നമുക്ക് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാം അല്ലേ? അതല്ലേ നല്ലേ? നിങ്ങൾക്കാരുമില്ലേ, ഞാനുണ്ട് നിങ്ങൾ കൂടെ എന്ന ഈ റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് വളരെ വളരെ ഫേമസ് അല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് ചോദിച്ചറിയുന്നതാണ്. അപ്പൊ നമുക്കവിടെ വെൽക്കം ചെയ്യാം. വെൽക്കം നൗമിന. താങ്ക് യു. ഹായ് മാം, എന്നെ ഒരു ഷോയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. അപ്പൊ നിങ്ങളെപ്പോലെ വലിയ അറിയപ്പെടാത്ത ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ റിയാലിറ്റി ഷോയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് നേരെ അധികം സമയം വൈകാണ്ട് നേരെ ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ഒന്ന് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് നല്ല ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം നിങ്ങൾ പറയുക എന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ നർമ്മ, രാവിലെ എഴുന്നേക്കുമ്പോ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് ഞാൻ സുന്ദരിയാണ് എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. നമ്മളെ എല്ലാവരും രാവിലെ എണീക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമല്ലോ. ഞാൻ എന്തായാലും കണ്ണാടിയിൽ നോക്കാറുണ്ട്. ഞാൻ എന്നിട്ട് ഞാൻ പുകഴ്ത്താറുണ്ട്. കാരണം നമ്മൾ തന്നെ പുകഴ്ത്തണം, വേറെ ആർക്കൊന്നും പുകഴ്ത്തരില്ല. അതൊരു സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾ വളർത്തുന്ന നമ്മളെ സെൽഫ് കോൺഫിഡൻസ് ആണ്. പിന്നെ പറയണ്ടല്ലോ, ഞാൻ ഓൾറെഡി സുന്ദരിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതന്നെ ഡെയിലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യം. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഇപ്പം ഈ കാണുന്ന പോലെ അല്ലായിരിക്കും. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരുമാതിരി തറ ദുഃഖിക്കും നമ്മൾ കാണാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം. നമ്മൾ സുന്ദരിയാണെന്നുള്ളത്. അത് അങ്ങനെയാണ്. വളരെ നല്ലൊരു ആൻസർ ആണ് തന്നിരിക്കുന്നത്. വളരെ നല്ലത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും താങ്കളുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ലോകത്ത് ഈ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരെയാണ്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആരും പേടിയൊന്നുമില്ല. നമ്മളെ പെട്ടെന്ന് ആരെങ്കിലും പുറകെ വന്ന് ഞെട്ടിച്ചുമ്പോൾ അപ്പം എനിക്ക് പേടിയാ. അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ പ്രേത സിനിമയൊക്കെ കാണുമ്പോഴുള്ള പേടി, രാത്രിക്ക് കറണ്ട് പോയാലുള്ള പേടി, അങ്ങനത്തെ പേടികളൊക്കെ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മളെല്ലാവരുടെ ലൈഫിലും ഒരു നടക്കുമ്പോഴോ എപ്പോഴെങ്കിലും പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ ആയിട്ട് നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനത്തെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവണം അല്ലെ? അതുപോലെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അങ്ങനെ പൈസ വീണ് കിട്ടി അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മളിപ്പോ മുട്ടായി വാങ്ങുക അങ്ങനെ എന്തെങ്കിലും? ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും പൈസ വീണ് കിട്ടുന്നതാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ സ്കൂൾക്ക് പോകാനുള്ള സമയത്താണ് എനിക്ക് 5 ഉറുപ്പ്യ 20 ഉറുപ്പ്യ എന്തോ കിട്ടുന്നത്. അതെന്താ ചെയ്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആയതുകൊണ്ട് എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ അത് മുട്ടായി വാങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ പിന്നെ പൈസ കിട്ടുമ്പോഴൊക്കെ ഞാൻ അതന്നെ ചെയ്യലും തോന്നണം. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെ പൈസ കിട്ടണമില്ല വീണിട്ട്. സോ ഫണ്ണി. അടുത്ത ക്വസ്റ്റ്യൻ നന്നായിട്ട് ആലോചിച്ച് വേണം ഉത്തരം പറയാൻ. നമ്മളുടെ ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. കാരണം നിങ്ങളെപ്പോലെയൊക്കെ ആൾക്കാർ അവൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു അടിപൊളി ആൻസർ ആയിരിക്കണം ഇതിന് തരിക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ, ഒരു ദിവസം എത്ര നേരം വെറുതെ ഇരിക്കാൻ പറ്റും? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിൽ ഏകദേശം 24 മണിക്കൂർ ഞാൻ വെറുതെ ഇരിക്കാൻ തയ്യാറാണ്. പിന്നെ ഉറങ്ങിപ്പോവല്ലോ, അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ വെറുതെ ഇരുന്ന് കഷ്ടപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും, നമുക്ക് ഉറക്കം വരും. ആ സമയത്ത് പിന്നെ നമ്മൾ എന്തായാലും ഉറങ്ങണം. ഉറക്കം നമുക്ക് മസ്റ്റാണ്. നമ്മളങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതിനേക്കാളും വളരെ മേലെയുള്ള ഒരു ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആളാണ് നിർമ്മന. യു ആർ വെരി എക്സലന്റ്. അടുത്തത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, ഫോണിൽ ചാർജ് തീരാനായി അറിഞ്ഞിട്ടും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഫോണിൽ ചാർജ് ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ കുത്തിയിടാറില്ല. ഞാൻ കളിക്കാറാണ് പതിവ്. 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോണ് 20% കഴിയുമ്പോൾ
നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യണം. പക്ഷെ ഞാൻ അങ്ങനെ ചാർജ് ചെയ്യാറില്ല, ഞാൻ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ 1% ആയിട്ടും എന്താണെന്നറിയില്ല കേട്ടോ, എൻ്റെ ഫോണിനൊക്കെ 1% കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കും കേട്ടോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഓഫായി പോകുമ്പോഴാണ് ഞാൻ അറിയൽ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നുള്ളത്. ഫണ്ണില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാവരുടെ ലൈഫിലും നടന്നിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് കുറവായി കാണുമ്പോൾ, ലൈക്ക് കിട്ടുന്നതൊക്കെ കുറവായിട്ട് കാണുമ്പോൾ എന്തെങ്കിലും ഡിപ്രഷനിലേക്ക് പോകാറുണ്ടോ? ലൈക്ക് കുറവാകാറുണ്ട്. അപ്പം ആദ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് അല്ലേ, അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ പോസ്റ്റിനൊക്കെ ലൈക്ക് എനിക്ക് കുറവ്, അതായത് നമ്മളെ ഇഷ്ടത്തിന് എടുക്കുന്ന ആ ഒരു പിക്കിനൊക്കെ കുറവ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരും. പക്ഷേ നമ്മൾ ആ വിഷമം വെച്ച് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകരുത്, നമ്മൾ മൂവ് ഓൺ ചെയ്യണം. എനിക്ക് നല്ല വിഷമമൊക്കെ വരും, ഞാൻ ഇങ്ങനെ ആലോചിക്കും. പിന്നെ എനിക്ക് വേറൊരു സീക്രട്ടാണ്, എനിക്ക് അധികം ലൈക്സ്, ഞാൻ പ്രതീക്ഷിക്കുന്ന ഫോട്ടോസിനൊന്നും എനിക്ക് അധികം ലൈക്സ് കിട്ടില്ലെങ്കിൽ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. ഓക്കെ നർമിന, അത് നമുക്ക് ആധികാരികമായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് കുക്കിംഗ് മെമ്മറീസ് എങ്ങനെയാണ്, ഞങ്ങളോടൊന്ന് പങ്കിടാമോ? ഫസ്റ്റ് കുക്കിംഗ് അതൊരിക്കലും നമുക്ക് ലൈഫിൽ മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത്, ഞാൻ ചായയാണ് തോന്നുന്നത് എൻ്റെ ഫസ്റ്റ് കുക്കിംഗ്. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലാണ് ആദ്യം ചായപ്പൊടിയും ഇതിലിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചത് എടുത്ത് യൂസ് ചെയ്യലാണ് പതിവ്. അതിൽ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ട് കളിക്കുക, അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റത്തെ കുക്കിങ്. പിന്നെ എനിക്ക് ഓർമ്മ ഉള്ളത്, ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയം, അതായത് കുറച്ചൊക്കെ മുമ്പ്, എൻ്റെ കല്യാണം കഴിയുന്നതിൻ്റെ കുറേയൊക്കെ മുമ്പ് നമ്മളെ കേക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു സീസൺ പോലെ ഇനി അതൊരു വൈറലായിരിക്കും, എല്ലാവരും വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. കുറേ ആൾക്കാർ അതൊരു ബിസിനസ് ആയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പം ഞാനും കേക്ക് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു മൂഡിൽ ഞാനും കുറേ മൈദ, കുറേ മുട്ടയൊക്കെ കേക്ക് ഉണ്ടാക്കാനും വേണ്ടി യൂസ് ചെയ്ത് കുറേ ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കും, അല്ലെ ഒന്നെങ്കിൽ അപ്പക്കാരം കൂടി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. എൻ്റെ കേക്ക് എന്താണെന്നറിയില്ല, കല്ല് പോലെ ഇനി ഇരിക്കണത്. ഞാൻ ഉണ്ടാക്കുന്ന കേക്കൊക്കെ നമുക്ക് എടുത്ത് പട്ടിനറിയാൻ യൂസ് ചെയ്യുക, അത്രക്ക് ഹാർഡായിരുന്നു എൻ്റെ കേക്ക്. എന്താണെന്ന് എനിക്ക് എപ്പോഴും പിടികിട്ടിട്ടില്ല. അങ്ങനെ ഞാൻ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല എത്രയോ വട്ടം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ മൈദയും മുട്ടയും പാലൊക്കെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ ലാസ്റ്റ് എൻ്റെ മോൻ പറഞ്ഞു, ഇനി മേലാൽ ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഞാൻ ഉണ്ടാക്കിയ കേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ കുക്കിംഗ് അനുഭവങ്ങളൊക്കെ എനിക്ക് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു ഷെഫും പോലെയൊക്കെ. ഞാൻ എന്താണോ ഉള്ള സാധനങ്ങൾ വെച്ച് ഞാൻ ചിലപ്പോൾ ബിരിയാണി തന്നെ ഉണ്ടാക്കും. ഒരു ദിവസം ഞാൻ വെളിച്ചെണ്ണ ഇല്ലാണ്ട് കോഴിക്കറി ഉണ്ടാക്കി, തക്കാളി ഇല്ലാണ്ട് മീൻകറി ഉണ്ടാക്കി. എനിക്ക് എന്നെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഭയങ്കര ഓക്കാനല്ല, ഭയങ്കര ഒരു പ്രൗഡ് വരും. അടുത്തത് നമ്മുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർ ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ എവിടെ എത്തുന്നാണ് നിങ്ങളുടെ വിചാരം? നിങ്ങൾ എവിടെ എത്തുന്നാണ്? പച്ചളാണ് ആക്ടിങ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഭയങ്കര വലിയ എന്നെപ്പോലുള്ള സെലിബ്രിറ്റീസൊക്കെ വലിയ ഇതിലേക്കൊക്കെ പോലും ചിന്തിക്കും, ഒരു ഭയങ്കര ജാടികരകളൊക്കെ ആയിരിക്കും വലിയ ഒരു പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കങ്ങനെ നമ്മൾ വന്ന വഴി മറക്കരുതെന്ന് പറയില്ലേ, അതുകൊണ്ട് ഞാൻ അത് ഓർത്ത് വെക്കാനും വേണ്ടി ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നില്ല. ഓ ബ്രില്യൻറ്റ് ആൻസർ, ബ്രില്യൻറ്റ്. അടുത്തത് ഈ ഫ്രഷ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ആരും ഈ ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. താങ്കൾ പെട്ടെന്ന് ഒരു ദിവസം കോടീശ്വരനായി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അത് നിങ്ങൾ
എന്നോട് ചോദിച്ചതിന് ഞാൻ വളരെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് നമുക്ക് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പെട്ടെന്നൊക്കെ ഒരു ദിവസം നമ്മൾ കോടീശ്വരനാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ആ എമൗണ്ടൊക്കെ ഞാൻ കുറേ സ്വർണം, കുറേ സ്ഥലമൊക്കെ വാങ്ങി വെക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാനെങ്ങനെ പിച്ചക്കാരി ആയാലോ. അതാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടാണ് എൻ്റെ ചിന്തകളൊക്കെ. ഞാൻ ഭയങ്കര 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 ഞാൻ ഭയങ്കരമായിട്ടാണ് ചിന്തിക്കല്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ലൈഫ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫ്. സോ ഞാൻ വളരെ നല്ല ആൻസറാണ് താങ്കൾ തന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇന്റർവ്യൂ കണ്ട് ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്, ഞങ്ങളുടെ ഓഡിയൻസിനോട്? അങ്ങനെ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല, ഇതുപോലത്തെ എൻ്റെ വീഡിയോസ് ഇനിയും വരാവുന്നതാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം നമ്മളുടെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് വീണ്ടും നമ്മളുടെ ഷോയിലേക്ക് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ആരെങ്കിലും കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആരുമില്ലെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കായി, അതല്ലേ ഷോന്റെ പേര്. ഓക്കെ, അങ്ങനത്തെ ഒരു ഷോക്ക്, ഇല്ലാത്തൊരു ഷോക്ക് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഹാർദമായ സ്വാഗതം ചെലുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഞാൻ ഓക്കെ ബൈ പറഞ്ഞോളൂ. ബൈ. ഓക്കെ ബൈ.